നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് സ്റ്റാലിൻ സർക്കാർ. ത്രിഭാഷാ നയത്തെ പിന്തുണച്ച് ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഇറങ്ങിയ BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനുമതിയില്ലാതെ ക്യാമ്പയിൻ നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലയും രംഗത്തെത്തി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് സംഭവിക്കുന്നത്? വീണ, ചെന്നൈയിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിനിടയിലാണ് BJP നേതാവും ഒപ്പം മുൻ ഗവർണറുമായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ BJP ഉയർത്തുന്നുണ്ട്. നിലവിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് സ്റ്റാലിൻ സർക്കാർ വിവാദമാക്കുകയും ഭാഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ എതിർത്തുകൊണ്ടും ഒപ്പം ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ല, അല്ലെങ്കിൽ അത് പഠിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം സർക്കാർ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ളൊരു നയവും നടപടിയും സ്റ്റാലിൻ സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ക്യാമ്പയിനും BJP തമിഴ്നാട്ടിലുടനീളം നടത്തി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടത്തവെയാണ്, ഒപ്പുശേഖരണവും ക്യാമ്പയിനും നടത്തവെയാണ് വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഒപ്പുശേഖരണവും ക്യാമ്പയിനും പ്രചാരണ പരിപാടികളും നടത്തവെയാണ് ഇത്തരത്തിൽ തമിഴ്നാട് പോലീസ് യാതൊരു തരത്തിലും പ്രകോപനമില്ലാതെ, മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ യാതൊരു തരത്തിലുമുള്ള പ്രകോപനമില്ലാതെയും മുൻ ഗവർണറും ഒപ്പം തമിഴ്നാട് BJPയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. ഇതിനെതിരെ BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരം അറസ്റ്റ് നടപടികൾ കൊണ്ട് പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ BJPയെ പിന്തിരിപ്പിക്കാനോ ആകില്ല. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, ഭാഷയുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അണ്ണാമലൈ വ്യക്തമാക്കിയത്. വീണ. ശരി ജിഷ്ണു.